ഇതെന്തുകൊണ്ട് ഇങ്ങനൊരു സന്തോഷ സംഗതി ഈ സമയത്ത് ഒരുമിച്ച് സംഭവിച്ചു? രണ്ട് സ്ഥലത്ത് ഇരിക്കാമായിരുന്നു. തിരുമനസിന്റെ തിത്തോസ് തിരുമേനിക്ക് ചില ഇവിടെ വരാൻ പറ്റാതിരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അതൊക്കെയും മാറി ഈ ജന്മദിനത്തിൽ രണ്ടുപേരും ഒരുമിച്ച്, അതായത് രണ്ട് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലെ സഭയുടെ ശില്പികൾക്ക് ഒരുമിച്ച് ജന്മദിനം ആഘോഷിക്കാൻ തക്കവണ്ണം ഒരുമിച്ച് വരാൻ ദൈവം തമ്പുരാൻ ഇടയാക്കിയതിനെ കുറിച്ച് വായിക്കുന്നത് തോന്നുന്നു. അദ്ദേഹം പുറപ്പെട്ടു വന്നത് പത്രികാ സെന്ററിൽ നിന്നാണ്, ഞാൻ താമസിക്കുന്നിടത്തു നിന്നാണ്. അദ്ദേഹം ഭാഗ്യവാനാണ്. സഭയിൽ ഇത്രയും ചെറുപ്പത്തിലെ പ്രധാനാചാര്യത്വം ലഭിച്ച മറ്റാരും ഇപ്പോൾ ഈ സഭയിലില്ല. അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ടാണ് ഞാനിവിടെ ആയിരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ദൈവം ഇടവരുത്തിയത്. നന്ദിയോടെ അദ്ദേഹത്തെ ഓർക്കുന്നു. ദൈവം അദ്ദേഹത്തിൽ കൂടെ പ്രവർത്തിക്കട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനം ഉണ്ടായതും നിലനിന്നതും യേശുമാർ അത്തനാസിയോസ് തിരുമേനിയുടെ ദൈവിക ദർശനത്തിൽ നിന്നും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ പ്രത്യേക കരുതലിൽ നിന്നുമാണ് ഉണ്ടായത്. ഞാനിവിടെ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇന്നിവിടെ ചേരാൻ ഇടയായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജന്മദിനം ഒന്നായിരുന്നു. അവിടെ ഒന്നിക്കുന്നതും ഇവിടെ ഒന്നിക്കുന്നതുമെല്ലാം ദൈവത്തിന്റെ മാത്രം കൃപയിൽ നിന്ന് ഉണ്ടാകുന്നതുമായ കാര്യമാണ്. തികഞ്ഞ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ ജന്മദിനം അദ്ദേഹത്തിന്റെ ഈ താമസ സ്ഥലത്ത് ആഘോഷിക്കുമ്പോൾ ഞാൻ ഭാഗ്യവാനാണ്. ദൈവത്തിന്റെ സ്തുതി. നമുക്ക് പല പ്രവർത്തന മണ്ഡലങ്ങളുണ്ട്. അത് മലങ്കര മിഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ ഒന്നാണ്. അതുപോലെ തന്നെ SOCM ഇന്റർനെറ്റ് ഫോറം അതും മറ്റൊന്നാണ്. അതുപോലെ തന്നെ മലങ്കര റേഡിയോ ഉണ്ട്. ഇവിടെയൊക്കെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഭയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഏത് സഭയും ഏത് പ്രസ്ഥാനവും ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് വളരുന്നത്. എന്നാൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് വായ്മൊഴിയായിട്ടും പിന്നീട് സുവിശേഷീകരണം വഴിയായിട്ടും സഭയുടെ സത്യവിശ്വാസവും പാരമ്പര്യങ്ങളും പ്രചരിപ്പിക്കപ്പെടുകയും വളർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലങ്കര വിഷൻ, SOCM, വിശ്വാസ സംരക്ഷകൻ, സൺഡേ വിഷൻ, സൺഡേ സ്കൂളിന്റെ മുഖപത്രമായ ആത്മദീപം, യാക്കോബ്യൻ തുടങ്ങി അനവധി മാധ്യമങ്ങൾ ഇന്ന് സഭയ്ക്കുണ്ട്. എല്ലാറ്റിന്റെയും പേര് എടുത്തു പറയുക അസാധ്യമാണ്. ഈ മാധ്യമങ്ങളെല്ലാം ഒരു പ്രസംഗം 2000 പേര് കേൾക്കുന്നതിനേക്കാൾ 200 പേര് വായിക്കുന്നത് കൂടുതൽ പ്രയോജനകരമായിരിക്കും. അപ്പോൾ ഈ മാധ്യമങ്ങളെല്ലാം സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകം കരുതുന്നു, അത്യധ്വാനം ചെയ്യുന്നു. എന്തെങ്കിലും ഈ മാധ്യമങ്ങളിൽ അതിന്റെ പ്രതിനിധികളിൽ ആരെങ്കിലും പരിശുദ്ധ സഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവയെല്ലാം സഭ ചെയ്തു കൊടുക്കും. മേലിൽ അത് കുറെ കൂടെ വർത്തമാനമായി ചെയ്യുന്നതിന് സഭയ്ക്ക് സന്തോഷമാണ്. സഭ ചെയ്തിരിക്കും. രാഷ്ട്രത്തില് ബാവ കടന്നു വരുമ്പോൾ
ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വലിയപ്പൻ ഇവിടെ ഈ ഞങ്ങളുടെ മധ്യത്തില് എഴുന്നള്ളി വന്നിട്ട് ഞങ്ങൾക്കൊക്കെയും ഒരു നല്ല ഉപദേശങ്ങള് നല്ല മാർഗങ്ങളൊക്കെ പറഞ്ഞു തരികയും ഞങ്ങൾക്ക് ആ വാക്കുകൾ കേൾക്കാനും അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ നൽകുന്ന ദൈവം നൽകുന്ന അവസരം തക്കതുപോലെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. കാരണം പല ആവശ്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബാബാ തിരുമേനി ഇവിടെ വന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങളോടൊന്നും ചോദിക്കുന്നില്ല എങ്കിൽ തന്നെയും ജനങ്ങളുടെ സഹകരണം ബാബായ്ക്ക് ഉദ്ദേശിക്കുന്നതിൽ മാത്രം കിട്ടുന്നുണ്ടോ? ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതിലും അർഹിക്കുന്നതിലും അപ്പുറമായി ഇവിടത്തെ ജനം, മലയാളികൾ, മലങ്കര ഇന്ത്യയിലെ യാക്കോബായക്കാർ മാത്രമല്ല, ഇവിടെയുള്ള സിറിയക്കാരും വരെയും ഇന്ത്യയിലെ സഭയ്ക്ക് വേണ്ടി എന്നെ സഹായിച്ചിട്ടുണ്ട്. തിരുമേനി പ്രത്യേകം കരുതുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളും ബഹുമാനപ്പെട്ട വൈദികരും അതിരറ്റ അളവറ്റ സ്നേഹത്തോടുകൂടി കരുതുകയും വിചാരിക്കുന്നതിലും ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അപ്പുറമായി സാമ്പത്തികമായും അല്ലാത്ത എല്ലാ വിധത്തിലും കരുതുന്നു. ദൈവത്തിന് സ്തുതി. ബാബയുടെ 81ാമത്തെ ഈ ജന്മദിനത്തില് മലങ്കര മിഷന്റെ വകയായി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ദൈവം അങ്ങയെ 80 നിന്ന് 100കളിലേക്ക് വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഏതാനും ജനങ്ങളിൽ പെട്ടവരാണ് ഞങ്ങൾ. അപ്പോ അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് എപ്പോഴും ആവശ്യമാണ്. ആ ഒരു സ്പിരിറ്റാണ് ഞങ്ങളെ എപ്പോഴും വഴി നടത്തുന്നത്. വീണ്ടും കാണാവുന്നു. ഇനിയും അനേകം ജന്മദിനങ്ങൾ ആഘോഷിക്കാമെന്നും ദൈവത്തിൽ പ്രത്യാശയുണ്ട്. അങ്ങേക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, ജന്മദിന ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഈ ഭദ്രാസനത്തിലെ മെത്രാപ്പൊലീത്ത അഭിമന്യ എൽദോമാർ തീത്തോസ് തിരുമനസിനും ഈ മലങ്കര വിഷന്റെ വകയായി എല്ലാവിധ ജന്മാശംസകളും നേരുന്നു. ദൈവത്തിന്റെ നാമത്തെ മാത്രപ്പെടുത്തുന്നു. മലങ്കര വിഷന് എല്ലാവിധ ഭാവങ്ങളും നേരുമ്പോൾ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയുള്ള മലങ്കര വിഷന്റെ സഹകരണവും കരുതലും വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ത്യാഗം സഹിക്കുന്ന ആ രീതിയിലും എല്ലാറ്റിലും സഭ